എല്ലാവർക്കും നമസ്കാരം. സർക്കാരിൻ്റെ ഒരു പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഒരു സർക്കുലർ ഇറക്കിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വളരെ വേഗത്തിൽ പറഞ്ഞു പോകാമെന്ന് വിചാരിക്കുക. ഇത് പൊതുവായിട്ട് കേരളത്തിൽ മൊത്തം എല്ലാ രക്ഷിതാക്കളും അധ്യാപകരും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇത് വിദ്യാർത്ഥികളുടെ മാനസിക ആരോഗ്യവും അതുപോലെ തന്നെ ഡിജിറ്റൽ വെൽബീയിങ്ങിനെ കുറിച്ച് ഒരു പദ്ധതിയാണ് പറഞ്ഞു വരുന്നത്. അതിൽ തീർച്ചയായിട്ടും കുട്ടികളിൽ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു മാനസിക ആരോഗ്യം എന്ന പ്രശ്നം ഒരു പരിധിവരെ അതുപോലെ തന്നെ നമ്മുടെ ഡിജിറ്റൽ ഉപയോഗം, ഫോണുകളുടെ ഉപയോഗം, അത്തരം കാര്യങ്ങളെ ഒരു പരിധിവരെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റും എന്നാണ് സർക്കാരിൻ്റെ കണ്ടെത്തൽ. വിദഗ്ധരുടെ കണ്ടെത്തലാണത്. ഇപ്പോൾ സോഫ്റ്റ് സ്കില്ലിനൊക്കെ പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ നേരത്തെ തന്നെ പറയാറുള്ള 12 സ്കില്ലുകളെ കുറിച്ച് തന്നെയാണ്. മെയിൻലി ഫ്ലെക്സിബിലിറ്റി, ലീഡർഷിപ്പ്, ഇനിഷ്യേറ്റീവ്, പ്രൊഡക്ടിവിറ്റി, സോഷ്യബിലിറ്റി, ഇത്തരം കാര്യങ്ങൾ, കമ്മ്യൂണിക്കേഷൻ, ഇതിലെല്ലാം കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകണം. അതിന് 6 ആഴ്ചകളാണ് സർക്കാർ പറയുന്നത്. അപ്പോൾ ഓരോ ആഴ്ചയും ഓരോ ഇതിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നാണ് പറയുന്നത്. ഇപ്പോൾ പ്രത്യേകിച്ച് ഓരോ ആഴ്ചയിലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം രക്ഷിതാക്കളടക്കം ഇതിൽ ഇൻവോൾവ് ചെയ്യണം എന്നതാണ് പറയുന്നത്. ഇപ്പോൾ ഒരാഴ്ച ശാസന ഇല്ലാത്ത വാരം, അതായത് നോ സ്കോൾഡിങ് വീക്ക് എന്നാണ് പറയണത്. ആ ആഴ്ച നമ്മൾ സ്കോൾഡിങ് ഒന്നും പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് അതിൻ്റെ കാര്യങ്ങളെന്നായിരിക്കും ഡൗട്ട് വരിക. അപ്പോൾ നമുക്ക് സത്യത്തിൽ കുട്ടികളോട് നമ്മൾ സംസാരിക്കുമ്പോൾ അവരുടെ തെറ്റുകൾ, കുട്ടികളാകുമ്പോൾ തെറ്റുകളുണ്ടാവും. അപ്പോൾ നമ്മൾ പൊതുവേ പറയുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ അവരോട് അതിൻ്റെ തെറ്റുകൾ എന്ന് ബോധ്യപ്പെടുത്തി അവരത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി വളരെ സമാധാനപരമായിട്ട് അവരിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കാനും, അപ്പോൾ സ്വാഭാവികമായിട്ടും അവരത് മനസ്സിലാക്കുന്നതാണ് പറഞ്ഞു വരുന്നത്. ഇനിയിപ്പോൾ മനസ്സിലാക്കാതെ വീണ്ടും ആവർത്തിക്കുകയാണെങ്കിൽ വീണ്ടും അതിന് പറഞ്ഞു കൊടുക്കാനും ചെറിയ തോതിൽ അവർക്ക് വേണ്ട എക്സ്ട്രാ പണിഷ്മെൻ്റ് എന്ന് പറയുമ്പോൾ അവർക്ക് കുറച്ച് നേരം TV കാണാൻ കുറയ്ക്കുക, അല്ലെങ്കിൽ അവരുടെ മൊബൈൽ യൂസേജ് കുറയ്ക്കുക, ഇങ്ങനെ കുറേ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ചീത്ത പറയാനേ പാടില്ല എന്നുള്ളതാണ്. അത് കുട്ടികൾ മാത്രമല്ല, രക്ഷിതാക്കൾ വീട്ടിൽ ഭാര്യ ഭർത്താവായാലും ശരി, അച്ഛനമ്മയായാലും ശരി, അങ്ങോട്ട് മുത്തശ്ശി, അതുപോലെ ടീച്ചേഴ്സ് സ്കൂളിലായാൽ മറ്റ് സഹപ്രവർത്തകർ, അതുപോലെ തന്നെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ മെസ്സിലാണെങ്കിൽ മെസ്സിൽ വാച്ച്മാന്, ഇങ്ങനെയുള്ളവരോടെല്ലാം ഫ്രം ടോപ്പ് ടു ബോട്ടം പരസ്പരം അങ്ങോട്ട് കുട്ടികളുടെ മുമ്പിൽ നമ്മൾ മാതൃകയാവുക എന്നതാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവരും ആ വാരം നമ്മൾ ശീലിക്കേണ്ട ഒരു സ്കില്ലെന്ന് പറയുമ്പോൾ പെട്ടെന്ന് ദേഷ്യപ്പെട്ട് നിലവിളിച്ച് ബഹളം ഉണ്ടാക്കാതെ സമാധാനപരമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യണം എന്നതാണ് ആ ആഴ്ചയുടെ ലക്ഷ്യം. അത് എത്രമാത്രം പ്രാക്ടിക്കൽ ആവും എന്നുള്ളത് എല്ലാവരും ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷേ പ്രാക്ടിക്കൽ ആയേ പറ്റൂ. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇനി അങ്ങോട്ട് ജീവിക്കണമെങ്കിൽ ഈ ഇത്തരം സോഫ്റ്റ് സ്കില്ല് ഡെവലപ്പ് ചെയ്തില്ലെങ്കിൽ പ്രശ്നപൂരിതമാവും എന്നത് മനസ്സിലാക്കി നമ്മുടെ സർക്കാർ എല്ലാ സ്കൂളുകളിലും എല്ലാവരിലേക്കും എത്തും. മെയിനായിട്ട് അധ്യാപകർ, രക്ഷിതാക്കൾ, കുഞ്ഞുങ്ങൾ, ഈ കാര്യം ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആദ്യത്തെ ആഴ്ചയുടെ കാര്യം പറയുന്നത്. ഇത് തുടക്കം കുറിക്കുന്നത് 2026 ജനുവരി 19 മുതലാണെന്നാണ് സർക്കാർ പറയുന്നത്. അപ്പോൾ നമുക്ക് പ്രാക്ടീസ് ഓൾറെഡി നമ്മളൊരു പരിധിവരെ ഇതൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ള വിഷയങ്ങളാണ്. എങ്കിൽ പോലും നമ്മൾ ചെയ്ത് ശീലിക്കുക എന്നുള്ളതാണ് വീട്ടിൽ. അപ്പോൾ കൂടാതെ സെക്കൻഡ് വീക്കിൽ പ്രശംസാവാരം ആക്കി മാറ്റാനാണ് പറയുന്നത്. അപ്പോൾ അത് വീക്ക് ഓഫ് അപ്രീസിയേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ അപ്രീസിയേഷൻ, അനുമോദനം കൊടുക്കുക. എല്ലാവരും കുഞ്ഞു കാര്യങ്ങൾ ചെയ്യുമ്പോൾ നന്നായി ചെയ്തു, എനിക്കത് ഇഷ്ടപ്പെട്ടു, നീ മിടുക്കനാണ്, നിന്നെ കൊണ്ടത് പറ്റും, ഇങ്ങനെ പരസ്പരം ഇപ്പോൾ ഭാര്യ ഭർത്താവിനോട് പറയും, ഭർത്താവ് ഭാര്യയോട് പറയും, അതുപോലെ ടീച്ചേഴ്സ് കുട്ടികളോട് പറയുക, കുട്ടികൾ അതുപോലെ അച്ഛനോ അമ്മയോ നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും പറയുക, കൂട്ടുകാരോട് പറയുക, ഇങ്ങനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അപ്രീസിയേഷനാണ് അടുത്ത വാരം. അത് വണ്ടർഫുള്ളായിട്ട് ഉള്ള കാര്യമാണ്. ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും യു ഹാവ് ഡൺ എ ഗുഡ് ജോബ്, നന്നായി ചെയ്തു, എനിക്കിഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ പരസ്പരം എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് അതൊക്കെ. അപ്പോൾ അത് ഒരാഴ്ച ആ രീതിയിൽ, ഇത് ഗവൺമെൻറ്റിൻ്റെ പ്രത്യേക ഇൻസ്ട്രക്ഷനാണ്. അപ്പോൾ നമ്മളിവിടെ പറയാറുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇതൊക്കെ. എങ്കിൽ പോലും
ഒരു ആഴ്ച നമ്മൾ അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാത്തിനും പ്രോത്സാഹിപ്പിക്കുക. ഇപ്പോൾ ക്ലാസ് ടീച്ചറെ വിളിച്ചിട്ട് ഒരു പാരൻറ്റ് പറയണം, ടീച്ചർ ഇന്നലെ ടീച്ചർ ചെയ്ത പ്രവൃത്തി നന്നായിരുന്നു, ഇനി ആ കുഞ്ഞ് വന്ന് വീട്ടിൽ പറഞ്ഞു ഇഷ്ടപ്പെട്ടു. ടീച്ചർ വിളിച്ച് അതേപോലെ പാരൻറ്റിനോട് പറയുക, നിങ്ങളുടെ മോൻ നല്ല മിടുക്കനാണ്, ഇന്നലെ ക്ലാസ്സിൽ ഇന്ന നല്ല കാര്യം ചെയ്തു. അപ്പോൾ ആ പാരൻറ്റിന് സന്തോഷം. കുട്ടി അതുപോലെ തന്നെ കൂട്ടുകാരനോടോ അതുപോലെ ടീച്ചറോടോ, ടീച്ചർ ഈ ക്ലാസ് എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു, എനിക്കത് ഭയങ്കരമായി എളുപ്പം മനസ്സിലാക്കാൻ പറ്റി, അങ്ങനെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യുക, അനുമോദനം കൊടുക്കുക. അതൊരു വലിയ പ്രോത്സാഹനമാണ്. അത് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യം തന്നെ എല്ലാവർക്കും. അങ്ങനെ പോകുന്നു. അപ്പോൾ മൂന്നാമത്തെ ആഴ്ച വരുമ്പോൾ നമുക്ക് ഡിജിറ്റൽ ഉപവാസ വാരം എന്ന് പറയുന്നുണ്ട്. അത് ഡിജിറ്റൽ ഡീറ്റോക്സ് വീക്ക് എന്നാണ് പറയുന്നത്. അപ്പോൾ ഡിജിറ്റൽ ഡീറ്റോക്സ് എന്ന് പറഞ്ഞാൽ അറിയാലോ, നമുക്ക് ഈ ഫോൺ ഉപയോഗം കുറയ്ക്കാൻ നമ്മുടെ ഫോണിൽ തന്നെ വെൽബീയിങ് ഉണ്ട്. അത് നമ്മൾ നോക്കിയാൽ അറിയാം, ഈ ദിവസം ഇന്ന് എത്രമാത്രം നമ്മൾ യൂസ് ചെയ്തു, വാട്സാപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, അങ്ങനെ ഏതൊക്കെ കാര്യങ്ങൾ, കോൾസ്, ഇതൊക്കെ എത്ര സമയം ഉപയോഗിച്ചു എന്ന് ഡിജിറ്റൽ വെൽബീയിങ് എന്ന ഒരു കാര്യം ഫോണുകളിലുണ്ട്. അത് നോക്കിയാൽ നമുക്കറിയാൻ കഴിയും. അപ്പോൾ ഇന്നലെ ഉപയോഗിച്ചത് 6 മണിക്കൂറാണെങ്കിൽ അതിനെ കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക. അത് രക്ഷിതാക്കൾ ചെയ്യണം. കുഞ്ഞുങ്ങൾ അതുപോലെ അവരെ റെസ്ട്രിക്റ്റ് ചെയ്ത് നമ്മൾ ഡിജിറ്റൽ ഡീറ്റോക്സ് വീക്കായിട്ട് ആ വീക്ക് ഉപയോഗിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ ഡിജിറ്റലിൻ്റെ നമുക്ക് പൊതുവേ നമ്മളെല്ലാവരും അതിൽ വെറുതെ, ഇപ്പോൾ ഞാൻ പോലും ഇപ്പോൾ കുറച്ച് വെറുതെ ഇരിക്കുകയാണെങ്കിൽ അപ്പോൾ എടുത്ത് നമ്മൾ എന്തെങ്കിലും നോക്കും, എന്തായി നമ്മൾ ചെയ്ത എന്തെങ്കിലും പ്രോഗ്രാം ആൾക്കാർ കണ്ടിട്ടുണ്ടോ, ഇങ്ങനെ നമുക്ക് എല്ലാവർക്കും അങ്ങനെ ഒരു പ്രവണതയാണ്. അപ്പോൾ അത് കുറച്ചും കൂടി കുറയ്ക്കാൻ വേണ്ടി നോക്കണം എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ കൃതജ്ഞതാ വാരം, അതായത് വീക്ക് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, അത് ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ കുഞ്ഞുങ്ങളെ താങ്ക് യു പറയുക എന്നുള്ളത്, അത് ആരോടായാലും താങ്ക് യു പറയുക എന്നുള്ളതാണ്. നമ്മൾ ഇപ്പോൾ കാറിൽ പോയി ഒരു സ്ഥലത്ത് പോയി പെട്രോൾ അടിച്ചു, പെട്രോൾ നമുക്ക് ഒഴിച്ച് തന്ന ആളോട് താങ്ക് യു, പൈസ കൊടുത്തതിന് ശേഷം താങ്ക് യു പറയുക. ഒരു ഹോട്ടൽ റെസ്റ്റോറൻറ്റ് പോയി നമുക്ക് ഫുഡ് സെർവ് ചെയ്തു, അയാളോട് ബില്ല് പേ ചെയ്തതിന് ശേഷം താങ്ക് യു പറയുക. ഡോർ തുറന്ന് തന്ന ആളോട് താങ്ക് യു പറയുക. അങ്ങനെ എത്ര പേരോട് താങ്ക് യു പറയാൻ പറ്റും നമുക്കൊരു ദിവസം? എത്രത്തോളം താങ്ക് യു പറയണോ അത്രത്തോളം നമുക്കും സന്തോഷം, ആ കേൾക്കുന്ന ആൾക്ക് ചെയ്യാനുള്ള, വീണ്ടും വീണ്ടും ചെയ്യാനുള്ള ഒരു പ്രചോദനമാണ്. അപ്പോൾ എവിടെയൊക്കെ പോയി നമ്മൾ താങ്ക് യു പറയാൻ പറ്റുമോ അത് മാക്സിമം നമ്മൾ പാരൻസ് എന്ന നിലയിലും ടീച്ചേഴ്സ് എന്ന നിലയിൽ ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളും അത് പ്രാക്ടീസ് ചെയ്യും. നമുക്ക് പൊതുവെ ചെറിയ ക്ലാസ്സിലൊക്കെ LKG-യിലൊക്കെ കുട്ടികൾ വന്നിട്ട് ഒരു കാര്യം ചെയ്തിട്ട് താങ്ക് യു സാർ എന്ന് പറയുമ്പോൾ അവരപ്പോൾ അത് എത്ര സന്തോഷമാണ് നമുക്ക് തോന്നുന്നു, കുഞ്ഞു കുട്ടി താങ്ക് യു പറയണം. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു എക്സ്പ്രസിങ് ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദിയുള്ളവരായി മാറുക എന്നുള്ള, അപ്പോൾ താങ്ക് യു ശീലിക്കുക എന്നുള്ളതാണ് ആ വാരത്തിൻ്റെ പ്രത്യേകത ഉദ്ദേശിക്കുന്നത്. പിന്നെ ക്ഷമാപനം വാരം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അടുത്തതായിട്ട് ആ വാരത്തിൽ നമ്മൾ ശരിക്കും അപ്പോളജൈസ് ചെയ്യുക, എല്ലാത്തിനോടും നമ്മൾ ചെയ്ത തെറ്റുകളിലൊക്കെ നമുക്ക് ക്ഷമ ചോദിക്കുക എന്നുള്ള. കഴിഞ്ഞ ആഴ്ച ഞാൻ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തു, പ്ലീസ് ഫോർഗിവ് മീ, ഞാൻ സോറി പറയുക. ഇങ്ങനെയുള്ള ശീലങ്ങൾ, നമ്മളൊരു തെറ്റ് ചെയ്തു, ഒരാൾ അറിയാതെ നടന്നു പോകുമ്പോൾ തട്ടിയിട്ടു, അപ്പോൾ നമ്മൾ നോക്കാതെ ഓടിപ്പോവാതെ സോറി സാർ, സോറി എന്ന് പറയുമ്പോൾ അവർക്കും ഒരു ഓക്കെ ഇറ്റ്സ് ഓക്കെ പറയും. അപ്പോൾ നമ്മൾ സോറി പറയാനുള്ള, ഇപ്പോൾ നമ്മൾ വണ്ടിയും കൊണ്ട് പോകുന്നു, ഒരാൾ പെട്ടെന്ന് കയറി, നമ്മൾ പെട്ടെന്ന് എടുത്തപ്പോൾ അയാൾക്ക് ബുദ്ധിമുട്ടുണ്ടായി, അപ്പോൾ സോറി സാർ എക്സ്ക്യൂസ് മീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളത് അപ്പം തന്നെ കളഞ്ഞു. അല്ലാതെ നമ്മൾ നോക്കാതെ ഗൗരവത്തിൽ പോയി കഴിഞ്ഞാൽ അയാളത് നമ്മൾ പോയിക്കൊണ്ട് പോയാണൊക്കെ എന്താ വിവരം ഇല്ലാത്തവെന്ന് പറഞ്ഞിട്ടാണ് പോവുക. അപ്പോൾ നമുക്ക് അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു സോറി ചോദിക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ എല്ലാവരോടും മാപ്പ്, ഓക്കെ ഐ ഡിഡ് എ മിസ്റ്റേക്ക്, ഇതൊക്കെ നമ്മൾ പൂർവ്വന്മാർ പണ്ട് നമുക്ക് പഠിപ്പിച്ചിട്ടുള്ളത്, നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഇന്ന് ഇതൊക്കെ കുഞ്ഞുങ്ങളിൽ നിന്നും വിട്ടുപോണു. ഈ കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ നമ്മൾ രക്ഷിതാക്കൾ എന്ന നിലയിൽ നമ്മൾ ചെയ്യുന്നുണ്ടാവും, പക്ഷെ നമ്മുടെ താഴത്തേക്ക് അത് എത്തുന്നില്ല. അതുകൊണ്ടാണ് ഗവൺമെൻറ് ഇത് ഒരു വലിയ കാര്യമായി എടുത്തിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് എപ്പോഴും കുഞ്ഞുങ്ങളോട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്, ഇവിടുത്തെ അധ്യാപകരായാലും എല്ലാ രക്ഷിതാക്കളും ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷേ എങ്കിൽ പോലും എല്ലാ വിദ്യാലയങ്ങളിലും ഇത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവണതയാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത്. എനിക്ക് ഒത്തിരി ഇഷ്ടം തോന്നിയ കാര്യമാണ്. ഗവൺമെൻറ്റിൻ്റെ പല കാര്യങ്ങളും നമുക്ക്
എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മൾ ചെയ്യുന്നതാണ്. പക്ഷേ ഇന്നും അത് എത്താതെ പോകുന്നു. നമ്മൾ പക്ഷേ മുമ്പേ നടന്നു പോയവരാണ്. അപ്പോൾ ഈ കാര്യം വളരെ എഫക്റ്റീവ് ആയിരിക്കും. നമ്മൾ സോറി ചോദിക്കുക, അതുപോലെ പല തെറ്റുകൾ ചെയ്തതിന് മാപ്പ് എന്ന് പറയാനുള്ളൊരു മാനസികാവസ്ഥ, അത് പരസ്പരം അങ്ങോട്ട് അധ്യാപകർ അങ്ങോട്ടായാലും ശരി, രക്ഷിതാക്കളോടായാലും ശരി, രക്ഷിതാവ് ടീച്ചറോടായാലും ശരി, കുഞ്ഞിൻ്റെ മുമ്പിൽ വെച്ച് ഇതൊക്കെ ചെയ്യുമ്പോൾ കുഞ്ഞിന് ഇതൊരു വലിയ മെസ്സേജാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അതാണ് 5ാമത്തെ വാരം. ആറാമത്തേതായിട്ട് ലവ് എന്നാണ് പറയുന്നത്, LUV എന്നാണ് പറയുന്നത്. ലിസണിങ്, അണ്ടർസ്റ്റാൻഡിങ്, വാലിഡേറ്റിംഗ്. ലിസണിങ്, അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് വാലിഡേറ്റിംഗ് എന്ന് പറയുക. ലിസൺ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ കേൾക്കുക. നമ്മളെപ്പോഴും അങ്ങോട്ട് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ അത് ക്ഷമയോടുകൂടി കേൾക്കില്ല. ഞാൻ പറയട്ടെ, നീ അവിടെ നിൽക്കുക, ഞാൻ പറയട്ടെ, എന്നിട്ട് നീ പറഞ്ഞാൽ മതി. അങ്ങനെയല്ല. വി ഹാവ് ടു ബി എ ഗുഡ് ലിസണർ. കുഞ്ഞുങ്ങൾ പറയുന്നത് കേൾക്കണം. അത് കേൾക്കാത്തത് കൊണ്ടാണ് കുഞ്ഞുങ്ങൾ വേറെ പലരോടും പറയാൻ പോകുന്നത്. അത് അവർ മിസ്യൂസ് ചെയ്യും, അവരെ മിസ്ഗൈഡ് ചെയ്യും. അപ്പോൾ നമ്മൾ ലിസണേഴ്സ് ആവുക എന്നുള്ള, ലിസൺ ചെയ്യുക, കേൾക്കുക. എന്നിട്ട് നമ്മളും അതുപോലെ കുഞ്ഞ് നമ്മളോട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ട് ഇനി ഞാൻ പറയണ കേൾക്ക്, ഇത്ര നീ പറഞ്ഞില്ലേ, ഇനി ഞാൻ പറയട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ പറയുക. ഇതിപ്പോൾ ഭാര്യയും ഭർത്താവായാലും ശരി, ഭാര്യ പറയുമ്പോൾ നമ്മൾ നീ ഒന്നും മിണ്ടാണ്ടിരിക്കുമോ, ഞാൻ പറയട്ടെ എന്ന് പറയാതെ, കുഞ്ഞ് കാണുന്നുണ്ട്, അതേ കുഞ്ഞ് സ്കൂളിൽ വന്നിട്ട് കുട്ടികളോടൊക്കെ നീ ഒന്നും മിണ്ടാണ്ടിരിക്കടാ, ഞാൻ പറയട്ടെ എന്ന് പറയും. അപ്പോൾ അതേ സമയത്ത് നിനക്ക് എന്താ പറയാനുള്ളത് പറ എന്ന് പറഞ്ഞതിന് ശേഷം നമുക്ക് അങ്ങനെ അല്ല വേണ്ടത്, ഇങ്ങനെയല്ലേ വേണ്ടത് എന്ന് ക്ഷമയോടുകൂടി ചോദിക്കാനും പറയാനും ഒക്കെ കഴിയുമ്പോൾ കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് അത് എത്തും. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ ലിസണിങ്. അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത് എപ്പോഴും ഈ വേർഡ് സ്കൂളിൽ നമ്മൾ പറയാറുള്ള, നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റോട് കൂടി ഒന്നും ജീവിക്കാൻ പറ്റില്ല. അഡ്ജസ്റ്റ്മെൻറ്റ് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ ഈ റൂമിൽ ഇവിടെ ഇരിക്കാൻ ഒരു 100 പേർക്ക് ഇരിക്കാൻ പറ്റും. അവിടെ നമ്മൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്, ഒരു പ്രോഗ്രാമിന് വേണ്ടി അഡ്ജസ്റ്റ്മെൻറ്റിന് ഒരു 150 പേരെ കയറ്റിയിരുത്താം. അത് സഫോക്കേറ്റിംഗ് ആണ്. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിരിക്കും, പക്ഷെ കൂടുതൽ നേരം ഇരിക്കാൻ പറ്റില്ല. അതേ സമയത്ത് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുകയാണ്, ഈ റൂമിൽ ഇതേ വഴിയുള്ളൂ, വേറെ എവിടെയും ഇപ്പോൾ ഇന്ന് ക്ലാസ് നടക്കുകയാണ്, സ്ഥലമില്ല, അപ്പോൾ നമുക്കിതിവിടെ നടന്നേ പറ്റൂ. അപ്പോൾ കുറച്ച് പേര് ചിലപ്പോൾ നിലത്തിരിക്കും, കുറച്ച് പേര് മേലിരിക്കും, കുറച്ച് കഴിഞ്ഞിട്ട് അവർ താഴെ ഇരുന്ന് മുകളിലിരിക്കും. ഇങ്ങനെ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് ജീവിച്ച് പോവുക. അത് ഭാര്യയും ഭർത്താവും തമ്മിൽ, കുട്ടികൾ തമ്മിലും എല്ലാം ഒരു അണ്ടർസ്റ്റാൻഡിങ്. ടീച്ചേഴ്സും, ചില കുട്ടികൾ കുറച്ച് വികൃതികളായിരിക്കും, ചില കുട്ടികൾ ഭയങ്കര മിണ്ടാതെ സാധുക്കളായിട്ട് മിണ്ടാണ്ടിരിക്കും. ഇങ്ങനെ എല്ലാവരെയും മനസ്സിലാക്കി അണ്ടർസ്റ്റാൻഡ് ചെയ്ത് ടീച്ചേഴ്സും അതുപോലെ തന്നെ രക്ഷിതാക്കളും ഇത് മനസ്സിലാക്കി, കുഞ്ഞുങ്ങളും ഇത് മനസ്സിലാക്കി പോകുമ്പോഴായിരിക്കും ഒരു ലവ് എന്ന കോൺസെപ്റ്റ് വരുന്നത്. വാലിഡേറ്റ് ചെയ്യുക, മറ്റുള്ളവരെ അവരെ റെസ്പെക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. വാലിഡേറ്റ് ചെയ്യുക, ഒരാളുടെ അഭിപ്രായത്തെ മാനിക്കാൻ, അവനല്ലേ അവൻ പറഞ്ഞതൊന്നും കേൾക്കണ്ട അങ്ങനെ പറയാതെ നമ്മൾ വാലിഡേറ്റ്. ഒരാൾ പറയുന്നതിന് ചിലപ്പോൾ അവൻ്റെ കുഞ്ഞു ബുദ്ധിയിൽ തോന്നിയത് അത്ര ആയിരിക്കും. ഓക്കെ, സാരമില്ല, നീ പറഞ്ഞത് കൊള്ളാം, പക്ഷേ ഇങ്ങനെയാണെങ്കിൽ ഇതല്ലേ നല്ലത് എന്ന് ആ വാലിഡേഷൻ കൊടുക്കുക. ഓരോ വ്യക്തിക്കും സെൽഫ് റെസ്പെക്റ്റ് കൊടുക്കുക. എല്ലാവർക്കും റെസ്പെക്റ്റ് ആവശ്യമുണ്ട്. കുഞ്ഞുകുട്ടി, നീ എൻ്റെ മോനാണ് അല്ലെങ്കിൽ മോളാണ്, നീ എന്നെ അനുസരിക്കണം, അല്ലാതെ നിനക്കിവിടെ വായി തുറക്കാൻ പാടില്ല, ഞങ്ങൾ പറയണത് അങ്ങനെയല്ല. വി ഹാവ് ടു ഗിവ് റെസ്പെക്ട് ടു ദം, വി ഹാവ് ടു ഗിവ് ദം ഫ്രീഡം. അപ്പോൾ അതാണ് വാലിഡേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു 6 ആഴ്ച കൊണ്ട് ചെയ്യേണ്ടതായിട്ടുള്ള മഹത്തരമായിട്ടുള്ളൊരു പ്രവൃത്തിയാണ് നമ്മളെല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഈ ആഴ്ചകൾ നിങ്ങളെ ഓർമ്മപ്പെടുത്താം. ഓരോ വീക്കും നമ്മളിവിടെ വോയിസ് മെസ്സേജ് ഇടാം, നിങ്ങൾ അതിനനുസരിച്ച് വീട്ടിൽ കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ ഇത് ഗംഭീരമാക്കി മാറ്റാൻ നമുക്ക് സർക്കാരായാലും ഇനി ആര് പറഞ്ഞാലും നല്ലത് ആണെങ്കിൽ നമുക്ക് സ്വീകരിക്കാമല്ലോ. ഇത് എന്നെ സംബന്ധിച്ച് നല്ല കാര്യമായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഗുരുകുലം ഇത് ഭംഗിയായിട്ട് എല്ലാവിടെയും എത്തിക്കുന്നുണ്ടാവും കുട്ടികൾ, രക്ഷിതാക്കളുടെ. അപ്പോൾ സർക്കാരിൻ്റെ ഈ പദ്ധതി ആരും അറിഞ്ഞില്ല പറയരുത്. ഇതിനെ സ്നേഹം പദ്ധതി എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സ്നേഹ പദ്ധതി നമ്മൾ വിജയകരമായി പൂർത്തിയാക്കും. അത് ജീവിതകാലം മുഴുവൻ തുടരും എന്നതാവട്ടെ നമ്മുടെ ലക്ഷ്യം. താങ്ക് യു സോ മച്ച്. ബൈ.